ഹലോ, ഓർക്കിഡ് വില്ലയിൽ ഡെൻഡ്രോബിയം സ്പെഷ്യൽ സീഡ്ലിങ്സിന്റെ ന്യൂ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടേ. നല്ല ഹെൽത്തി ആയിട്ടുള്ളതും വെൽ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ പ്രാവശ്യം എടുത്തിട്ടുള്ളത്. എല്ലാത്തിനും ടാഗും ഉണ്ടായിരിക്കുവേ. അടിപൊളി ഫ്ലവേഴ്സാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. ഹൈബ്രിഡ് പ്ലാന്റ്സ് ചെറുതായിരിക്കും, എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ട്വിസ്റ്റഡ് വെറൈറ്റീസും നമ്മളിതിൽ കൊണ്ടുവന്നിട്ടുണ്ടേ. പന്ത്രണ്ട് വെറൈറ്റി ഫ്ലവേഴ്സാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 150+ CC ആണ് ഒരു പ്ലാന്റിന് വരുന്നത്. അപ്പോൾ വേണ്ടവർ നമ്മളെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക. വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക എന്ന് പറയുന്നതിന് കാരണം, വാട്സപ്പിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ്സിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. സീഡ്ലിങ്സ് പോട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇതൊന്ന് ഈ കടഭാഗം ഒന്ന് ഇങ്ങനെ തന്നെ പോട്ടോടുകൂടെ ഒന്ന് വെള്ളത്തിലേക്ക് 10 മിനിറ്റ് ഇറക്കി വെക്കുക. അപ്പോഴേക്കും ഇതൊന്ന് കുതിർന്ന് കിട്ടും. അതിനുശേഷം മാത്രം ഈ പോട്ട് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഇതെന്നുണ്ടെങ്കിൽ റൂട്ടൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പോട്ട് മാറ്റിയ ശേഷം പറ്റുമെങ്കിൽ മാത്രം നമ്മൾ ഈ മടൽ റിമൂവ് ചെയ്താൽ മതി. വലിച്ചു പറിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ റൂട്ട് ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ പോരുന്നത് മാത്രം എടുത്ത് മാറ്റിക്കളഞ്ഞാൽ മതി. സീഡ്ലിങ് നടാനായിട്ട് നമ്മൾ ഇതുപോലെ ഹെയർ ഓളൊക്കെയുള്ള ചെറിയ പോട്ടാണ് ഉപയോഗിക്കേണ്ടത്. വലിയ പോട്ടല്ല നമ്മൾ സീഡ്ലിങ് നടാൻ ഉപയോഗിക്കേണ്ടത്. ഇത് 3 ഇഞ്ചിൻ്റെ പോട്ടാണ്. ഇതിൽ നട്ടാൽ മതി. മീഡിയം നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ചെറിയ പോട്ടിൽ നടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീഡ്ലിങ് പെട്ടെന്ന് റൂട്ട് ഉണ്ടാക്കിയിട്ടുകയും നല്ല ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുകയൊക്കെ ചെയ്യും. വലിയ പോട്ടിലാണ് നമ്മൾ പോട്ട് ചെയ്യുന്നതെങ്കിൽ, സീഡ്ലിങ് പോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ലോ ഗ്രോത്ത് ആയിരിക്കും. ഇതിൽ പോട്ട് ചെയ്ത ശേഷം ഇത് ഒരുവിധം മെച്ചോർഡായിട്ട്, അതായത് ഫസ്റ്റ് ബ്ലൂമിങ് കഴിഞ്ഞ ശേഷം, ഫ്ലവർ പോയ ശേഷം മാത്രം നമ്മൾ ഇത് റീപോട്ട് ചെയ്യാനായിട്ട് വലിയ പോട്ടിലേക്ക് റീപോട്ട് ചെയ്യുന്നതായിരിക്കും ഉചിതം. ഈ പോട്ട് നമുക്ക് സെയിൽസിനായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾ സീഡ്ലിങ്സ് ബുക്ക് ചെയ്യുമ്പോൾ ഇതുകൂടി ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിങ്ങൾക്കിത് അയച്ചു തരുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, സീഡ്ലിങ് പോട്ട് ചെയ്ത ശേഷം ഒരു കാരണവശാലും ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറാണ് നമ്മൾ സീഡ്ലിങ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? മറന്നുപോയവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് പ്ലാന്റ് വേണമെങ്കിൽ നമ്മളെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.